ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയെ കാമുകൻ ക്രൂരമായി മർദ്ദിച്ചൊരു കേസ് കഴിഞ്ഞ ദിവസം നമ്മളേറെ ചർച്ച ചെയ്തതാണ്. ആ ആക്രമണത്തിനിരയായ പെൺകുട്ടി മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ക്രൂരതയ്ക്ക് ഇരയായി, കാമുകന്റെ ക്രൂരമായ ആക്രമണത്തിനിരയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ പെൺകുട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നു. എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? അല്പസമയത്തിന് മുൻപാണ് ഈ പോക്സോ കേസിലെ അതിജീവിത കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അനൂപ് എന്ന യുവാവ്, സുഹൃത്തു കൂടിയായിട്ടുള്ള യുവാവിൽ നിന്നും ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ പെൺകുട്ടി അല്പസമയത്തിന് മുൻപാണ് മരിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അതീവ ഗുരുതരാവസ്ഥയിൽ ഈ പെൺകുട്ടി ചികിത്സയിലായിരുന്നു. ഡോക്ടർമാർ ഈ കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷെ അതെല്ലാം വിഫലമായിക്കൊണ്ടാണ് ഇപ്പോൾ പെൺകുട്ടി മരിച്ചിരിക്കുന്നു എന്നൊരു വിവരം കൂടി വരുന്നത്. അതിക്രൂരമായാണ് യുവാവ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നത്. കയ്യിൽ കരുതിയിരുന്ന ചുറ്റികയും അതോടൊപ്പം ഈ കത്തിയൊക്കെ ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. തലച്ചോറിനേറ്റ ക്ഷതം, ഒപ്പം ശരീരത്തിലേറ്റ മാരകമായിട്ടുള്ള മുറിവുകൾ, ഈ അടിവയറ്റിലേറ്റ മുറിവൊക്കെ വലിയ രീതിയിൽ കുട്ടിക്ക് ഇത്രയും മരണത്തിലേക്ക് നയിച്ച രീതിയിലുള്ള ഒരു അപകടം തന്നെയായിരുന്നു. എന്തായാലും അതിദാരുണമായ, ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ഈ പെൺകുട്ടിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അല്പസമയത്ത് മുൻപാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും ഈ കുട്ടി മരിച്ചു എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നത്. ഈ പ്രതി അതിക്രൂരമായാണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചതെന്ന ഈ തെളിവെടുപ്പിനടക്കം പോലീസിനോട് ഇക്കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്ന സാഹചര്യമുണ്ടായി. കൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ യുവാവ് ആ വീട്ടിലേക്ക് എത്തുകയും ഈ പെൺകുട്ടിയുമായി വാക്കുതർക്കം ഉണ്ടാകുകയും ചെയ്തത്. തന്നെ കൂടാതെ മറ്റു ചില സുഹൃത്തുക്കൾ, ആൺ സുഹൃത്തുക്കൾ ഉള്ളതാണ് യുവാവിന് ഇത്തരത്തിലൊരു പ്രകോപനമായത്. ഈ പ്രകോപനത്തിന്റെ ഫലമായി കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ചും ഒപ്പം ഈ തല ഭിത്തിയിൽ മാരകമായി ഇടിപ്പിച്ചും ശ്വാസം മുട്ടിച്ചുമൊക്കെയാണ് ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ആക്രമിച്ചത്. 2 ദിവസമായ ആ പെൺകുട്ടി അതീവ ICU വെന്റിലേറ്ററിൽ തന്നെ ചികിത്സയിലായിരുന്നു. എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കിക്കൊണ്ടാണ് പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഏറെ ഗുരുതരാവസ്ഥയിലായിരുന്നു. കാരണം ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നു ഈ പെൺകുട്ടി. നവമി, ഈ കേസിന്റെ സ്വഭാവം ഇതോടുകൂടി മാറുകയാണ്. ഇതുവരെയും പ്രതി അനൂപിനെതിരെ വധശ്രമമാണ് പോലീസ് ചുമത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പ്രതി ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണോ, അതോ ഇയാളെ റിമാൻഡ് ചെയ്തിരുന്നോ? ഇനി കേസിന്റെ അന്വേഷണം ഏത് രീതിയിലായിരിക്കും? പ്രതി റിമാൻഡിലാണ്. 14 ദിവസത്തേക്കായിരുന്നു റിമാൻഡ്. ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ അടക്കം നൽകുവാനായിരുന്നു പോലീസിന്റെ തീരുമാനം. അതിനിടയിലാണ് പെൺകുട്ടിയുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു. ആ അപകടം നടന്ന ദിവസം മുതൽ തന്നെ വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടർമാർ അതിതീവ്രമായി തന്നെ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ തലച്ചോറിനേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്ക്, ഒന്നെങ്കിൽ കുട്ടി ഒരു 24 മണിക്കൂർ നിരീക്ഷണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും കോമ സ്റ്റേജിലേക്ക് പോകുമെന്ന് കൂടി ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ കുട്ടിയുടെ മരണവാർത്ത പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ യുവാവിനെതിരെ, അനൂപിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം, വധശ്രമം എന്നീ വകുപ്പുകളായിരുന്നു. ഇനിയിപ്പോൾ വധശ്രമം മാറ്റി കൊലക്കുറ്റം തന്നെ ചുമത്തും. അങ്ങനെയായിരിക്കും ഇനി തുടർന്നുള്ള നടപടികളിൽ പോലീസ് എടുക്കുന്ന ഒരു വകുപ്പും തീരുമാനവും ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ചോദ്യം ചെയ്യലടക്കം ആവശ്യമുണ്ടോ എന്നറിയില്ല. കാരണം ഇതിനോടകം തന്നെ പ്രതി കുറ്റം സമ്മതിച്ചതാണ്. ഏതൊക്കെ വിധത്തിലാണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി വിശദീകരിച്ച് നൽകുകയും ചെയ്തു. പ്രതി കൊണ്ടുവന്ന കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക, കത്തി, അതോടൊപ്പം ഈ യുവാവിന്റെ തന്നെ കഴുത്തിൽ കിടന്ന ഒരു ചെയിൻ, ആ ചെയിൻ ഉപയോഗിച്ചായിരുന്നു പെൺകുട്ടിയുടെ കഴുത്ത്
കൂടുതൽ മുറുക്കുകയും ചെയ്തത്. ഇതെല്ലാം പോലീസ് സംഭവ സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് തന്നെ കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു തെളിവെടുപ്പിനുള്ളൊരു സാധ്യത കുറവാണ്. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി നടത്താനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും വകുപ്പുകൾ മാറ്റിയായിരിക്കും ഇനി യുവാവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയായിരിക്കും ഈ കുറ്റപത്രത്തിലേക്ക് അടക്കം കടക്കുമ്പോൾ പോലീസ് ചെയ്യുക. എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയായിരുന്നു. ആ കുട്ടിയെ ഏതൊക്കെ വിധത്തിലാണ് മർദ്ദിച്ചതെന്ന പരിശോധിച്ചു കഴിഞ്ഞാൽ പോക്സോ കേസ് അതിജീവിതയാണ്. പിന്നീട് ഈ യുവാവുമായിട്ടുള്ള ബന്ധം, ആ പ്രണയബന്ധത്തിന്റെ തലങ്ങൾ മാറുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ മറ്റ് രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ പല രീതിയിൽ ലൈംഗികമായ ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നുണ്ട് ഈ പെൺകുട്ടി. ഏറ്റവും ഒടുവിലാണ് ഒരു സംശയത്തിന്റെ പേരിൽ ഈ യുവാവ്, പ്രതിയായിട്ടുള്ള അനൂപ്, ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നു. അതായത് പോലീസ് പറയുന്നതനുസരിച്ച് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ആക്രമണം. അങ്ങനെ തന്നെയാണ് പ്രതി പറഞ്ഞതും. കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ശനിയാഴ്ച പുലർച്ചെ ഈ പെൺകുട്ടിയെ കാണുന്നതിനു വേണ്ടി യുവാവ് വീട്ടിലെത്തിയത്. ഇതിൽ പോലീസ് പറയുന്നത് പ്രകാരം, ഈ യുവാവ് നൽകിയ മൊഴി പ്രകാരം, ശനിയാഴ്ച രാത്രിയോടുകൂടി പെൺകുട്ടിയെ ഈ യുവാവ് നിരന്തരം ഫോണിൽ വിളിക്കുന്നു. ഇവർ ഒരു വർഷമായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെട്ടത്. ഇതിനോട് പല പ്രാവശ്യം ആ യുവാവ് പെൺകുട്ടിയുടെ വീട്ടിൽ വരികയും ചെയ്തു. അത് പെൺകുട്ടിയുടെ അമ്മയും സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ശനിയാഴ്ച രാത്രി, അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രി പെൺകുട്ടിയെ ഫോണിൽ വിളിക്കുന്നു. പക്ഷെ ആ പെൺകുട്ടി മറ്റൊരു കോളിലാണെന്ന് പറയുന്നത് യുവാവിന് പ്രകോപനം സൃഷ്ടിക്കുന്നു. ഇതിനുശേഷം 10 മണിയോടുകൂടി ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങൾ നൽകിയതാണ്. 10 മണിയോടുകൂടി വീട്ടിലെത്തുന്നു. ഈ പെൺകുട്ടിയുമായി വാക്കുതർക്കം, ആരെയാണ് ഫോൺ വിളിച്ചത്, മറ്റ് ആൺ സുഹൃത്തുക്കളുടെ കാര്യമൊക്കെ ചോദിച്ച് ഇവർ തമ്മിൽ വലിയ രീതിയിൽ തർക്കമാകുന്നു. ഇതിനെ തുടർന്ന് പെൺകുട്ടിയുടെ തല ഭിത്തിയിലിടിപ്പിച്ച് അതിക്രൂരമായി മർദ്ദിപ്പിക്കുന്നു. ഒപ്പം കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക, കത്തിയൊക്കെ ഉപയോഗിച്ച് കുട്ടിയുടെ ശരീരത്തിൽ ആസകലം മുറിവേൽപ്പിക്കുന്നു. അതിനുശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. കുട്ടി ഇത് നിരാകരിച്ചതോടുകൂടിയാണ് കൊല്ലാൻ വേണ്ടി കൂടുതൽ ആക്രമണം ഈ കുട്ടിക്ക് നേരെ ഉണ്ടാകുകയും ചെയ്തത്. ഇതിനിടയിൽ കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഈ സമയത്ത് തന്നെ മറ്റൊരാൾ ആ വീട്ടിലേക്ക് വന്നു എന്ന്, ഈ വീട്ടിൽ വരുന്നതായി കണ്ടു എന്ന് യുവാവ് പറയുന്നുണ്ട്. പക്ഷേ അതാരാണെന്ന് പോലീസ് ഒന്നും സ്ഥിരീകരിക്കുന്നില്ല. ആ യുവാവും ഈ പെൺകുട്ടി തന്നെ വിളിച്ചിട്ട് വന്നതാണെന്ന സംശയം വീണ്ടും ഈ പ്രതിയിൽ ഉണർത്തുന്നു. ഇതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി താൻ മരിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ, എന്നാൽ നീ പോയി ചത്തോളൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് യുവതിക്ക് നേരെ എത്തുകയും യുവതി കയ്യിൽ കരുതിയിരുന്ന ഷോള് ഫാനിൽ കെട്ടിയതിനു ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. ഈ പെൺകുട്ടി പിടയുന്നത് കണ്ട് യുവാവ് ഈ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഇതിന്റെ ഈ ഫാനിൽ നിന്നും ഈ ഷോള് അറുത്തു മാറ്റുന്നു. പെൺകുട്ടി ആ സമയത്ത് ഒച്ച വെക്കുന്നു. ഈ ഒച്ച പുറത്ത് കേൾക്കാതിരിക്കാൻ, നമുക്കറിയാം പുലർച്ചെ സമയത്താണ്, അപ്പോൾ ഒച്ച വെച്ചാൽ നാട്ടുകാരൊക്കെ ഓടിക്കൂടും ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ പുറത്ത് കേൾക്കാതിരിക്കാൻ കൈ കൊണ്ട് പെൺകുട്ടിയുടെ മുഖത്ത് അമർത്തുന്നു. പെൺകുട്ടി അബോധാവസ്ഥയിലാകുന്നു. ആ സമയത്ത് ഒരു അല്പനേരം കൂടി ഈ യുവാവ് അവിടെ നിൽക്കുന്നുണ്ട്. ഈ കുട്ടി മരിച്ചു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി 7 മണിയോടുകൂടിയാണ് യുവാവ് ആ സ്ഥലത്തു നിന്നും വീട്ടിന്റെ പുറകുവശത്തെ മതിൽ ചാടി രക്ഷപ്പെടുകയും ചെയ്തത്. ഈ CCTV ദൃശ്യങ്ങൾ അത് കൃത്യമായി കിട്ടുന്നില്ല. കാരണം ഈ പെൺകുട്ടിയുടെ വീട്ടിന്റെ പുറകുവശത്തുകൂടിയാണ് യുവാവ് ചാടി രക്ഷപ്പെടുന്നത്. അത് പോലീസിനോട് കൃത്യമായി വിവരിച്ചു നൽകുകയും യുവാവ് ചെയ്തിരുന്നു.